ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. അപ്പോൾ ഇന്ന് അന്നുമ്മ പോയില്ല കഴിഞ്ഞ വ്ളോഗിൽ. അപ്പോൾ ഇന്ന് ഉമ്മിനെ കൊണ്ടുവരാൻ പോകേണ്ട ദിവസമാണ്. ഉമ്മിനെ കൊണ്ടുവരാൻ പോകണം. ഒറ്റക്കാണ് പോകണം. അച്ഛനോട് പറയണം. അച്ഛനോട് പറയില്ല. എന്തെടുക്കണേ? എന്താ റെഡി? ബീഫ് കറി ഉണ്ടാക്കണം. ചോറ് എടുപ്പത്തുണ്ട്. നീ കറി ഉണ്ടാക്കിയാ മതി. ബാക്കി കഴിഞ്ഞാ? ബാക്കിയെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഉമ്മിനെ വിളിച്ചാൽ കേട്ടോ. വിളിച്ചിട്ടാ മഴ പോലെ ഇരിക്കും. ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. വിളിക്കട്ടെ. നമുക്കിങ്ങനെ ഒരുങ്ങി രാവിലെ വരാൻ പറഞ്ഞു. കഴിച്ചത്താക്ക് ബാങ്കിലും പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, പുതിയ കോട്ടൊക്കെ വാങ്ങി. അതെ, ഇത് ഇവിടെ പിന്നെ മഴക്കാലമായ ഇഷ്ടംപോലെ കോട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ മറന്നു വെക്കും, ഒന്നില്ലെങ്കിൽ കീറിക്കൊണ്ടുവരും. എന്തൊക്കെ നീ കാട്ടണ? ക്യാപ്പ് ഇങ്ങോട്ട് എടുത്തിച്ച എന്താ വെച്ചോളൂ. എന്തിന് പാൻറ് ഇടുന്നില്ലേ? പാൻറ് ഇടുന്നില്ല. ഇത് നല്ല കോട്ട. കോട്ടില്ല, ഇത് പെട്ടെന്നൊന്നും കീറില്ല. എന്നാ എൻ്റെ കോട്ട് ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞില്ലേ? ആ, അപ്പൊ നല്ല കോട്ട് വാങ്ങിയാ മതി. ഇങ്ങനെ ഇടക്കിടക്ക് വാങ്ങണ്ടല്ലേ. നല്ല അസ്സലാമലൈക്കും. പോയി ഓപ്പാക്കലില്ല ഇവിടെ. ഓപ്പാക്കലും കട്ടയിലില്ല. ചീത്ത പറയണ്ട്. പക്ഷെ അവൾ ക്യാമറ പറയാൻ പറ്റില്ല. അവളുടെ അഡമണ പറയട്ടെ. പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അസ്സലാമലൈക്കും. 2-3 ദിവസത്തിനടക്കം പർച്ചേസ് ഒക്കെ കഴിഞ്ഞു. കറങ്ങപ്പഴം വീട്ടിൽ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. നമ്മിന്നിപ്പോ എവിടെ കണിച്ച പോണേ? ഉണ്ടാക്കാൻ പോണ വീട്ടിൽ പോണല്ലോ. ഞാൻ വീട്ടിൽ പോണ്. എനിക്കൊരു 3 ഡേയ്സിന്റെ ഒരു കല്യാണം ഉണ്ട്. പിന്നെ അടുത്ത വ്ളോഗും കാര്യങ്ങളൊക്കെ കല്യാണത്തിന്റെ ആയിരിക്കും അല്ലേ? എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. മാക്സിമം എടുക്കാൻ ശ്രമിക്കാം. പിന്നെ കല്യാണത്തിനായിട്ട് പോണ്. പിന്നെ ഒരാഴ്ച വീട്ടിൽ നിൽക്കണം. വണ്ടിക്കിന് പോണെന്ന് വിചാരിക്കല്ലേ? കൂടുതൽ നിൽക്കണോ? ചങ്കുവെട്ടിയിലെത്തിയിട്ടുണ്ട്. മഴ പെയ്യാറുണ്ട്. കോട്ടം നിർത്തല്ലേ പെരും മഴ. ഷോപ്പിലൊരു കോട്ടുണ്ടായിരുന്നു. അത് വയ്യാണ് വരുന്നത്. എന്നിട്ട് അവിടെ കയറി കോട്ടൊക്കെ എടുത്തിട്ട് വന്നു. പാൻറ്റൊക്കെ അറിഞ്ഞ് ഞാൻ പറഞ്ഞാണ് പാൻറ്റ് ഇട്ടോ വേണ്ട നനയില്ലാന്നാ. പാൻറ്റൊക്കെ ആകാൻ
കുഴപ്പമുണ്ടായിരുന്നില്ല. കാലത്തന്നെ നല്ല മഴ ഒക്കെ കിട്ടി, സെറ്റ് ആയിട്ടുണ്ട്. ബസ് ഇതുവരെ വന്നിട്ടില്ല. KSRTC ബസ് വന്നിട്ടില്ല. മഴ എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാ? മഴ രക്ഷയില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള റൈന്. ഓ മഴ പെയ്യുന്ന ഇറങ്ങിയപ്പോഴത്തെ മഴ അല്ലേ, മഴ ഇങ്ങനെ കല്ല് പോലെ കഴുത്തിനെ കൊണ്ട് വേദനിക്കുന്ന പോലെ. ഞാനിങ്ങനെ പോലെ ഹെൽമെറ്റ് ഇട്ടല്ലായിരുന്നല്ലോ. എനിക്ക് എൻ്റെ ഈ നെറ്റത്തുകൊക്കെ എന്താണ് കല്ല് വന്ന് വീണ പോലെ, അത്രക്ക് ശക്തിയിലായിരുന്നു മഴ പെയ്തിരുന്നത്. അതും നിക്കണില്ല, ആ മഴ തന്നെ. അപ്പൊ തന്നെ ഞങ്ങൾ കയറി. എന്നിട്ട് ഈ കോട്ട് എടുത്തിട്ട് എന്നിട്ട് ഞങ്ങൾ നേരെ കടയിൽ പോയി. ഈ കോട്ടയാട്ട് ഇതിന്റെ പാന്റ് ഞാനിങ്ങനെ പിടിച്ചിട്ട് എന്നിട്ട് നേരെ കടയിൽ പോയി. ഷോപ്പിൽ പോയപ്പോ എന്ന് പറഞ്ഞത് പിന്നെ അതങ്ങനെ ഇട്ടപ്പോ വലിയ കുഴപ്പമില്ല. പിന്നെ അടുത്തായിരുന്നില്ല ഷോപ്പ്, നനഞ്ഞൊന്നുമില്ല. ഷോപ്പിൽ പോയി വേറെ കോട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നപ്പോ അതിനേലും നനഞ്ഞ് പാൻറ്റൊക്കെ ഇപ്പൊ വീട്ടിൽ പോകുന്ന പറഞ്ഞ പാൻറ് ഇട്ടോ, ഞാൻ നനയൊന്നുമില്ല കോൺഫിഡൻസ്. ഇവിടെ ഏകദേശം എത്തിയപ്പോ പാൻറ് നനയുണ്ട വെച്ചാ നീ നനയാൻ ബാക്കിയൊന്നുമില്ല. അതെ എന്നോട് പറഞ്ഞൊന്നുമില്ല, നനഞ്ഞൊന്നും പറഞ്ഞില്ല, കാരണം അവളെന്നെ പറഞ്ഞല്ലേ. ഞാൻ ഈ ചെരുപ്പിട്ടത് ഭാഗ്യം, അല്ലെങ്കിൽ മറ്റേ ചെരുപ്പൊക്കെ ഇട്ടെന്ന് വെച്ചാൽ വെള്ളത്തിൽ സെറ്റായാനായിരുന്നു. എന്റെ കോലം നോക്കിയേ നനഞ്ഞ് ചീഞ്ഞ്. പക്ഷെ ടോപ്പൊന്നും കുഴപ്പമൊന്നുമില്ല, പാൻറ് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ. ബസ് വന്നിട്ടാ ഞങ്ങൾ പോവുകയാണ് ഗൈസ്. വലൈക്കും അസ്സലാം. ഗുരുവായൂർ എറണാകുളം ബസ് ഇട്ടാ വേണോ വരിക കഴിക്കട്ടാ കഴിക്ക. എനിക്കെന്തോ സാധനങ്ങളൊക്കെ വാങ്ങി തരുന്നുണ്ട്. ലേസ് ഉണ്ട്, പിന്നെ തീര് വേറെന്തോ ഒരു സംഭവമുണ്ട്, ചൂടുണ്ട്, വാണ്ടണമെന്ന് തോന്നുന്നുണ്ട്. അപ്പം അതൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു കുറേ വേണ്ട അതൊക്കെ ഒന്നും കഴിച്ചിട്ടില്ല എന്നിട്ട്. ഉമ്മി ഓൾറെഡി എനിക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി വെച്ചതാ, നേരില്ല ഇനി കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഗുരുവായൂരൊക്കെ എത്തുമ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഇച്ച വിളിച്ചു. അപ്പോൾ ഇച്ചാനായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കായിരുന്നു. പാട്ടും കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കണം. ചന്ദ്രാപിനിയിലെത്തിയപ്പോൾ മഴയൊക്കെ പോയി, വെയിലായി. ഞാൻ ഇറങ്ങി, ഇനി ഞാൻ വീട്ടിൽ പോട്ടെ. വാപ്പിച്ചി വിളിക്കാൻ വന്ന് വീട്ടിലെത്തി. വാപ്പിച്ചി വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുഖമായിട്ടൊക്കെ എത്തി, കുഴപ്പമൊന്നുമില്ല. ചക്കൊക്കെ വിളിച്ചു പറഞ്ഞ് എത്തിയെന്ന്. ഇനി വൈകിട്ട് കല്യാണത്തിന് പോകണം. കല്യാണ വീട്ടിൽ തലേൻ്റെ തലേദിവസമാണ്, അപ്പോൾ പോകണം. അപ്പോൾ വൈകിട്ടൊക്കെ പോകണുള്ളൂ, ഹോളിലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.